കലിംഗ സംവാദം നിരന്തരം വിവാദമാകുന്നതിനിടെ എസ്.ടി. കോഫി ടൈമുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രംഗത്ത് വരികയാണ്. കലിംഗ സംവാദത്തിലെ വിവാദങ്ങൾ തിരിച്ചടിയായി എന്ന് ബി.ജെ.പിക്ക് ഉള്ളിൽ വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് പരിപാടി. തൃശൂർ അയ്യന്തോളിലും പുതൂർക്കരയിലും ആദ്യ പരിപാടി നടക്കും എന്നാണ് എം.എസ്. ലിഷോയി നൽകുന്ന വിവരം. ലിഷോയി, ഇതെന്താണ് ഈ പരിപാടി? എങ്ങനെയാണിത് ഉദ്ദേശിക്കുന്നത്? പ്രജകളെ എന്ന പരാമർശം, പ്രജകൾ എന്ന പരാമർശം വലിയ തോതിൽ നേരത്തെ വിവാദമായിരുന്നു. അതിന് പിന്നാലെ കലിംഗ സഭയ്ക്ക് പിന്നാലെ എന്താണ് ഈ പുതിയ പരിപാടി? അതായത് ഇത് പുതിയ പരിപാടിയല്ല. അതായത് ഇലക്ഷൻ സമയത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായി സുരേഷ് ഗോപി വിവിധ മണ്ഡലങ്ങളിൽ പോയി സമാനമായ രീതിക്ക് ഒരു കൂട്ടം ആളുകളുമായി സംവദിക്കുക. ഈ കലിംഗ സംവാദത്തിന് സമാനമായ രീതിക്ക്, അത് പേര് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. മുൻപ് എസ്.ടി. കോഫി ടൈംസ് എന്ന പേരിൽ പലയിടങ്ങളിലും ഒരു കൂട്ടായ്മകൾ ഉണ്ടാക്കുകയും അതിനോടൊപ്പം തന്നെ സുരേഷ് ഗോപിയോട് കാര്യങ്ങൾ സംസാരിക്കാനും ചോദിച്ചറിയാനും അദ്ദേഹത്തിന്റെ മറുപടി കേൾക്കാനും ഒക്കെയായി ഒരുപാട് ആളുകളെ കൂട്ടിയിരുന്നു. അത് പിന്നീട് ഈ ഒരു തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് അദ്ദേഹം കേന്ദ്രമന്ത്രിയായി കുറച്ച് നാളുകൾക്ക് ശേഷം ഇപ്പോൾ വീണ്ടും കലിംഗ സംവാദം എന്ന രീതിക്ക് ഒരു പരിപാടി സംഘടിപ്പിച്ചു. എന്നാൽ ആ പരിപാടി തുടങ്ങിയത് മുതൽ പല വിധത്തിലുള്ള പ്രതിഷേധങ്ങൾ, അതുപോലെ തന്നെ വിവാദങ്ങളൊക്കെ തന്നെ ഉണ്ടായി. ഈ സമയത്ത് ബി.ജെ.പിക്കുള്ളിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ ഈ ഒരു പരിപാടി നടത്തുന്നത്, പ്രത്യേകിച്ചും ബി.ജെ.പി ജില്ലാ ഘടകത്തിൽ നിന്ന് തന്നെ ഇത്തരത്തിലൊരു പരിപാടി വിവാദമാകുന്നതിനെ വിമർശിച്ചുകൊണ്ട് പാർട്ടിക്കുള്ളിൽ തന്നെ ഭിന്നത ഉണ്ടായിരുന്നു. എന്നാൽ അത് ആ ഒരു ഘട്ടം കൂടി നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ കലിംഗ സംവാദത്തിന് പകരമായി എസ്.ജി. കോഫി ടൈംസ് എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കുന്നത്. അത് അടുത്ത ദിവസം, അതായത് 26-ാം തീയതി അയ്യന്തോളിലാണ് ആദ്യ പരിപാടി സംഘടിപ്പിക്കുന്നത്. അയ്യന്തോൾ ഉദയനഗറിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഈ നാടിന്റെ വികസനത്തെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം എന്ന പേരിലാണ്, നമുക്ക് സംസാരിക്കാം എന്ന പേരിലാണ് ഈ പരിപാടിയും സംഘടിപ്പിച്ചിരിക്കുന്നത്. സുരേഷ് ഗോപി പുതിയൊരു പരിപാടിയുമായി ഇറങ്ങുകയാണ്. ആ പരിപാടി നേരത്തെ കലിംഗ സഭയുമായി ബന്ധപ്പെട്ട് പലവിധ ചർച്ചകൾ നടന്നിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ മറ്റൊരു പരിപാടിയെക്കുറിച്ച് ആലോചിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് എം.എസ്. ലിഷോയി തൃശ്ശൂരിൽ നിന്ന് നൽകിയത്.